ഞാൻ ആദ്യമായിട്ട് ലാലേട്ടനെ കാണാനും പോവാ. എനിക്ക് നമ്മളിങ്ങനെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ആരാധനയുണ്ട്. അയ്യോ ആരാധന ഉണ്ടാവും. അങ്ങനെ അന്നൊരു ഫൈറ്റ് നടക്കണതിന്റെ ഇടയ്ക്കായിരുന്നു ഞാനിങ്ങനെ ഒരു ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്കാണ് എന്നെ ജോണി സാറ് ഇങ്ങനെ വെയിറ്റ് ചെയ്യും. ഞാൻ എന്റെ വാക്ക്മാനൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ പരിചയപ്പെടുത്തും വേണം പാട്ടുകളൊന്ന് ജസ്റ്റ് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ അഭിനയവും കാണുന്നത് ഫൈറ്റ് എന്തോ വേണ്ട ബാലേട്ടൻ എന്ന് പറഞ്ഞ സിനിമയിലത്തെ ഫൈറ്റ് എന്തോ നടക്കുക. അങ്ങനെ കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് എനിക്കൊരു ഒരാൾ എന്നെ ഷേക്കിന്റെ വരുമ്പോൾ എനിക്ക് തല കറങ്ങണ മാതിരി ഫീലിംഗ് ഉണ്ടായി. അത് ഇത്ര നാളും ടി വിയിൽ കണ്ടിട്ട് നമ്മൾ നേരിട്ട് കാണുകയാണല്ലോ. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. അങ്ങനെ ഈ പാട്ട് എത്തിയപ്പോ ലാലേട്ടൻ പറഞ്ഞു ഇങ്ങനെ കാണിച്ചു. വേറെ ഒന്നും മിണ്ടിയൊന്നുമില്ല, അങ്ങനെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നെ കുറെ സപ്പോർട്ട് ചെയ്തു. നല്ല പാട്ടാണ്, വേറെ ഒന്നും മിണ്ടിയില്ല. പിന്നെ പാട്ട് ഇങ്ങനെ ഇറങ്ങി. പിന്നെ പടം ആ രീതിയിൽ വരാത്തോണ്ട് പിന്നെ എനിക്ക് അധികം എനിക്ക് അവസരം വന്നു. പക്ഷെ എനിക്ക് വിചാരിച്ചത്ര രീതിയിലുള്ള നല്ല പടങ്ങൾ എനിക്ക് വന്നു. ലാലേട്ടന്റെ ചില ഭാവങ്ങള് സ്റ്റീഫനുമുണ്ട്, ചെറിയ ചമ്മലും ഒക്കെ. അത് പറയുമ്പോൾ തന്നെ സ്റ്റീഫൻ ചമ്മുകയാണ്. സ്റ്റീഫന്റെ തമിഴിലേക്കുള്ള എൻട്രി ഒരുപക്ഷെ തമിഴിലെ വളരെ പ്രധാനപ്പെട്ട ചില സംവിധായകന്മാരുമായിട്ട് സംഗീത സംവിധായകരുമായിട്ട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ അവസരം. അതിൽ ഒരു പടം വളരെ ശ്രദ്ധേയമായിരുന്നു, മൊഴി. അതിൽ വിദ്യാസാഗറിനോട് ചേർന്നുള്ള ആ ഒരു ഐറ്റം ഒരു പക്ഷെ അത് നമുക്ക് കാണാം. இப்போ ஒரு மியூசிக் வரும், நானே கம்போஸ் பண்ண மியூசிக். என் கைய கவனமா பாரு. ஓகே, 1 2 3. സ്റ്റീഫൻ യഥാർത്ഥത്തിൽ ആ ബദരി മുഖയായിട്ടുള്ള ആ പെൺകുട്ടിയിലേക്ക് സംഗീതം ഇങ്ങനെ അരിച്ചു കയറി. ഇത് ഈ പടം എന്റെ ലൈഫിൽ ഒരു വലിയ അനുഭവമായിരുന്നു. സാറ് ഞാൻ വിദ്യാസാർക്ക് വേണ്ടി ഒരു 10-50 സിനിമയിലടക്കം വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ഈ പടം കമ്പോസിങ് നടക്കുമ്പോൾ, കാരണം സാർ എപ്പോഴും കമ്പോസിങ് നടക്കുമ്പോൾ എന്നെ ആദ്യം വിളിക്കും, വാ വേഗം എടുത്തിട്ട് വാ എന്ന് പറയും, വേഗം വരാൻ പറയും. ഞാൻ വേറെ എവിടെയിലാണെങ്കിൽ കാരണം സ്ഥിരം വിദ്യാസാറിന്റെ സ്റ്റുഡിയോയിലാണ് ഞാൻ വർക്ക് ചെയ്യാറ്. അവിടെ ഒരു രാവിലെ ജോലിക്ക് പോകണ വരിക, രാവിലെ വണ്ടി എടുക്കുക, പോവുക, വർക്ക് ചെയ്യുക, സിസ്റ്റം ഒക്കെ അവിടെ സെറ്റ് ചെയ്തിരിക്കും. അപ്പൊ ഞാൻ ആ സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ ടൂറിന് പോയായിരുന്നു, ഹരിഹരന്റെ ടൂറിനും. അങ്ങനെ പറയാം ഒരു ടൂറിന്റെ ഇടയ്ക്ക് എന്നെ മുരുകൻ എന്നാണ് മാനേജറുടെ പേര്, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എവിടെ ഉണ്ട്, എപ്പോഴാണ് വരിക വെച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരുമ്പോൾ 20 ദിവസം എടുക്കും, ഒരു സോങ് ഇருக்கு, അത്യാവശ്യമാ നീങ്ങ വരണം. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് 15 ദിവസം കഴിഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ, അപ്പോ വേറെ ആൾക്കാരും കൊടുത്തോളാൻ പറഞ്ഞു. ഇല്ല, അത് നീ തന്നെ ചെയ്യണം സാർക്ക്. ഞാൻ ആദ്യമായിട്ടാണ് മുരുകത്ര സ്ട്രോങ് ആയിട്ട് പറയണം എന്റെ അടുത്ത്, അത് നീ തന്നെ ചെയ്തേ പറ്റൂ, സാറ് വെയിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ എന്ന് പറഞ്ഞു. ശരി, അപ്പൊ കുഴപ്പമില്ല. ഞാൻ വന്നു പറഞ്ഞാൽ ഞാൻ മുരുകനെ വിളിച്ചു, പറഞ്ഞിട്ട് അപ്പൊ പറഞ്ഞു ഒരു സോങ് ആണ്, ശരിക്കും ഇതിലൊരു പാട്ടും കൂടി ഉണ്ടായിരുന്നു, കാറ്റിൻ മൊഴി എന്ന് പറഞ്ഞത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇത് 100 വർഷം നിൽക്കാൻ പോണ പാട്ടാണ്, നീ വന്ന് ചെയ്യാൻ പറഞ്ഞു. അതെനിക്കൊരു ചാലഞ്ചായിരുന്നു, അത് ശരിക്കും ഞാൻ ചെയ്തു. പിന്നെ ഉള്ളത് പിറ്റേ ദിവസം ഒരു ഈ വ്യക്തിക്ക് കേൾക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടൊരു ബീറ്റ് ഉണ്ട്, അത് ശരിക്കും പിയാനോ വരുന്നത്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ശരിക്കും മ്യൂസിക് ഫീൽ ചെയ്തിട്ടാണ് ചിലപ്പോൾ ചെയ്യുന്നത്. അത് ഞാൻ ചെയ്തില്ല 1 മണിക്കൂർ. ഞാൻ 1 മണിക്കൂർ ടോയ്ലറ്റിൽ പോയി കരഞ്ഞു ഞാൻ കുറെ. കാരണം കേൾക്കാൻ പറ്റാത്ത ഒരാളുടെ വിഷമം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം എത്ര വായിച്ചിട്ട് ഒരാൾക്ക് മ്യൂസിക് മനസ്സിലാവുന്നില്ലല്ലോ, നമ്മൾ എത്രയും കഷ്ടപ്പെട്ട് വായിച്ച്. ഇതിൽ അദ്ദേഹം കുറെ കൈകൊണ്ട് കാണിച്ചിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പൊ കേൾക്കാൻ പറ്റാത്ത ഒരാളുടെ വിഷമം എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. നോക്കിയപ്പോ സെയിം സംഭവത്തിൽ വിദ്യാസാഗർക്കും ഭയങ്കര ഡെസ്പായിരുന്നു കുറെ നേരം. അദ്ദേഹവും വർക്ക് ചെയ്തില്ല, 2-3 മണിക്കൂർ സ്റ്റുഡിയോയിൽ വർക്ക് നടന്നില്ലായിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പടം. ഈ പാട്ടില് കുറെ എനിക്ക് സപ്പോർട്ട് ഉണ്ടായി. പടം പിന്നീട് സ്റ്റീഫൻ കണ്ടോ? ഞാൻ കണ്ടില്ല. മൊഴി എന്നുള്ള സിനിമയിൽ സ്റ്റീഫൻ കാണില്ല. കാണും, ഇനിയിപ്പോ കാണാം, ഇനി വേണേ കാണാം. സംഗീതത്തിൽ സ്റ്റീഫന്റെ ഹൃദയത്തിന് ഒരുപാട് സ്ഥാനമുണ്ട്, അതുകൊണ്ടാണ് ആയിരിക്കും. എനിക്കെല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും ഐ എം വെരി കണക്റ്റഡ് വിത്ത് മൈ ഹാർട്ട്. അതെ അതെ. പക്ഷെ സ്റ്റീഫനെ കുറിച്ചൊരു ആക്ഷേപമുണ്ട്. സ്റ്റീഫൻ പേടിക്കണ്ട, സ്റ്റീഫൻ അപ്പം തന്നെ ഒരു ജട്ടല്ലേ. സ്റ്റീഫൻ ഈ സംഗീതത്തിലൊക്കെ കാണിക്കുന്ന ഈ പറഞ്ഞ സമർപ്പിത ഭാവം നിത്യത്തിലും മടിയനാണ്. സ്റ്റീഫൻ മടിയൻ പല കാര്യങ്ങളും മടിയനാണ്.
ഇങ്ങനെ ഞാൻ ആരോ പറഞ്ഞിട്ടുണ്ടാവുന്നു, ആരെ പറഞ്ഞിട്ടുണ്ടാവും. എന്തോ ഒരു പണി ഒപ്പിച്ചിരിക്കുന്നു, എന്തോ വരാണ്ട്. ഒന്നും വരാനില്ല സ്റ്റീഫൻ. ചില മടികളൊക്കെ സ്റ്റീഫൻ ഉണ്ടെന്ന് പറയുന്നു. ചില മടികൾ വെച്ചാ എന്താ ഞാൻ പറയാ, അങ്ങനെ മടി നീ ആലോചിച്ച് പറ, നിങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ പറയുള്ളൂ. അല്ല, എനിക്ക് മടി എന്ന് പറയുമ്പോ ഉറങ്ങാൻ ഇഷ്ടമാണ്, പക്ഷെ ഉറങ്ങാൻ അവസരം കിട്ടാറില്ല. ഉറക്കം തുടങ്ങിയാൽ എത്ര മണി വരെ പോകും? ഉറക്കം 4-5 മണിക്കൂർ ഞാൻ ഉറങ്ങുള്ളൂ. കാരണം അത് ലൈഫ് അത്ര ഉറങ്ങിയുള്ളൂ. ഇപ്പൊ തിരക്ക് കൂടിയ സമയത്ത് ഇപ്പൊ അതാണ് ബുദ്ധിമുട്ടുള്ളത്. പിന്നെ മടി, പിന്നെ വലിയ ചിട്ടയൊന്നുമില്ല എനിക്ക്. അങ്ങനെ റൂമൊക്കെ ഭയങ്കര അലമ്പാണ്. അലമ്പാണ്? ബാച്ചിലറാ? ബാച്ചലർ. ഇപ്പൊ പിന്നെ വൈഫുള്ളതുകൊണ്ട് അവരൊക്കെ അത് ക്ലിയർ ആവും. വൈഫ് ഏറ്റവും കൂടുതൽ പരാതിപ്പെടുന്നതാണ് ഇത് എടുത്തെടുത്തൊന്നും സാധനം വെച്ചുകൂടെ എന്നിരിക്കും. അത് എനിക്ക് തോന്നുന്നത് മറന്നു പോകും ചില കാര്യങ്ങളൊക്കെ. അത്രമാത്രം മറവിയുണ്ട്. മറവി ചില നേരത്ത് ഉണ്ടാവും. പല കാര്യങ്ങളും ടെൻഷൻ അടിച്ച് നടക്കുമ്പോ ചില ചെറിയ കാര്യങ്ങൾ മറക്കാറുണ്ട്. സ്റ്റീഫന്റെ വൈഫിന് എന്താ ചോദിക്കാറുണ്ട്? ഹലോ സച്ച, ഇപ്പം 2.5 വർഷമായല്ലോ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം അതിനായിട്ട് റിലേറ്റഡ് ആയിട്ട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. സജന്റെ ബാച്ചുലർ ലൈഫ് എത്രത്തോളം ഈ 2.5 yearsൽ സജൻ മിസ് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ചോദ്യം. മ്യൂസിക് ആണെങ്കിലും എന്നോടാണെങ്കിലും രണ്ടും കൂടെ കണക്റ്റഡ് ആണെങ്കിൽ സജൻ ആരോടായിരിക്കും കൂടുതൽ പ്രണയം? സ്റ്റീഫനെ വരിഞ്ഞു മുറുക്കുന്നൊരു ചോദ്യമാണ്. ഇതിൽ ഏത് പറഞ്ഞാലും അപകടമാണ്, സൂക്ഷിക്കണം. ഇതിനാണ് ഈ റേസർ എഡ്ജ് വാക്ക് എന്ന് പറയുന്നത്. അതായത് ബ്ലേഡിന്റെ മുകളിൽ കൂടെയുള്ള നടത്താൻ. പക്ഷെ സാറേ, ഞാനിത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും അടുത്ത്. ഇനി ഇവിടെ പറയാൻ 2-3 കാര്യമുണ്ട്. ഒന്ന്, ബാച്ചലർ ലൈഫാണോ സ്റ്റീഫൻ ഇഷ്ടപ്പെടുന്നത്? ശരിക്കും പറഞ്ഞാൽ സ്റ്റീഫൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബാച്ചലർ ലൈഫാണ്. അല്ല, ഇഷ്ടപ്പെട്ടിട്ട് വെച്ചാൽ ഞാൻ അങ്ങനെ കുത്തഴി നടന്നിട്ടൊന്നുമില്ല. നമ്മളൊരു തിരക്കേറിയ ജീവിതത്തില് കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ കുറച്ച് ചിട്ട വന്നു വെച്ചാൽ സമയത്തിന് വീട്ടിൽ വരുത്തി. മറ്റേത് സ്റ്റുഡിയോയിൽ ഇപ്പൊ രാത്രി 2 മണിക്ക് വർക്ക് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു തലവണ വെച്ച് അവിടെ കിടന്നുറങ്ങും. പിന്നെ രാവിലെ എണീച്ച് ബബ്ബ അടിച്ച് തിരിച്ച് ഒന്നെങ്കിൽ അവിടെ പിന്നിരുന്ന് വർക്ക് ചെയ്യും. ബാച്ചലറിൽ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോ 10 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ അതിന്റെ ടൈമിംഗ് കുറച്ച് കുറഞ്ഞു. പരാതിയുണ്ടോ? ചില നേരത്തൊക്കെ ഒരു ഇതുണ്ട്. ഞാൻ എപ്പോഴും വീട് വിട്ട് നിൽക്കണ ഒരു അവസ്ഥയിലാണല്ലോ എപ്പോഴും, യാത്രകളാണ്. പക്ഷെ പരാതിയായിട്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഞാൻ ഒരു ദിവസം സ്പെൻഡ് ചെയ്യും വൈഫിന്റെ കൂടെ. തിരിച്ച് വീട്ടിൽ വരുമ്പോൾ എത്ര നേരമാണ് ഭാര്യ അധികം മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ മാറി നടക്കുന്നത്? 1/2 മണിക്കൂർ, 1 മണിക്കൂർ? ഇല്ല, അങ്ങനെ ആദ്യം കുറച്ച് സമയം മസിൽ പിടിക്കില്ലേ? ചെറുതായിട്ട് ഉണ്ടാവും. പിന്നെ മൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ വന്ന ചേട്ടന്റെ പിള്ളേരായിട്ട് ഞാൻ കണക്റ്റഡാ. അപ്പൊ ചിലപ്പോൾ അങ്ങോട്ട് കോൺസെൻട്രേഷൻ പോവാണെങ്കിൽ അതിന്റെ ഒരു അങ്ങനെ നടക്കുക വെച്ച് അല്ലേ. പക്ഷെ ആള് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ സംസാരിച്ചെല്ലാം ക്ലിയർ ആവും. പിന്നെ ഞങ്ങൾ എപ്പോഴും ഔട്ടിങ്ങിന് പോകും. അതാണ് ഞങ്ങളുടെ പ്രധാന വിനോദം. ഭക്ഷണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭക്ഷണപ്രിയനാണ്. രണ്ടുപേർക്കും. ഞാനും ഭയങ്കര ഇഷ്ടമാണ്. എന്താ കഴിക്കുക സാറിന്? ഞാൻ എല്ലാം കഴിക്കും, കൈ കിട്ടുന്നെല്ലാം കഴിക്കും. പിന്നെ ഇവിടെ നാട്ടിൽ വന്ന നാടൻ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കപ്പയും മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നാടൻ ഭക്ഷണത്തോട് ഭയങ്കര ഇഷ്ടമാണ്. ദോശ എല്ലാം നാടൻ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചോദ്യപ്പോഴോടെ അവശേഷിക്കാറുണ്ടല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. സംഗീതത്തിനാണോ കൂടുതൽ അതെയോ ഭാര്യ? എന്തായാലും ഞാൻ പറയാം, എന്റെ ഭാര്യ എന്നെ നന്നായി സഹിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ്, മനസ്സിലായി. അപ്പൊ ഞാൻ ഓൾറെഡി കല്യാണം കഴിച്ചപ്പോ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞു. ഫസ്റ്റ് നൈറ്റിൽ അതാ പറഞ്ഞത്? അതെ, ഞാൻ എന്താ പറഞ്ഞു ഫസ്റ്റ് നൈറ്റിൽ? ആദ്യം എന്റെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം, പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സംഗീതം, അത് കഴിഞ്ഞിട്ടാണ് മനുഷ്യൻ. ദൈവവും സംഗീതവും കഴിഞ്ഞ് 3-ാം സ്ഥാനത്ത് മാത്രമേ നീ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥമല്ലേ? ഫസ്റ്റ് ദൈവമാണ്, സെക്കൻഡ് സംഗീതമാണ്. അപ്പോൾ അണ്ടർസ്റ്റുഡ് അല്ലേ 3-ാം സ്ഥാനത്ത്? അതെ, വ്യക്തി എന്നുള്ള രീതിയിൽ ആദ്യത്തെ സ്ഥാനം ഭാരിക്കല്ലേ? അല്ല, അത് വ്യക്തമായി. പക്ഷെ വ്യക്തി നമ്മളിപ്പോ ഉദാഹരണം നമുക്ക് ഈ പറഞ്ഞ അച്ഛനെ കാണാനാണോ പോകേണ്ടത്, സിനിമ കാണാനാണോ പോകേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അപ്പൊ സിനിമ കാണാനാണ് പോകുന്നതെങ്കിൽ നമ്മൾ അവിടെ കമ്പാരിറ്റീവ് സെൻസിൽ ഫസ്റ്റ് പ്രിഫറൻസ് നമുക്ക് സിനിമയാണ്, സെക്കൻഡ് പ്രിഫറൻസ് അച്ഛനാണ് എന്നല്ലേ പറയാ. ആ ഒരു കമ്പാരിറ്റീവ് സെൻസ് എടുക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റീഫന് ഗോഡാണ്, സെക്കൻഡ് മ്യൂസിക്കാണ്, തേർഡാണ് ഭാര്യ. ഞാൻ വേറെ ഒന്നുകൂടി പറയാം. ഞാൻ അവളുടെ അടുത്ത് പറയാറുള്ള കാര്യമാണ്. ഇതൊക്കെ ഫസ്റ്റ് നൈറ്റ് പറഞ്ഞു? ഇല്ല, അത് ഇടയ്ക്ക് പിന്നെ ചെറിയ ഒരു ഒരച്ചിലൊക്കെ വരുമ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കലാകാരനല്ലായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ എന്റെ ഭാര്യനെ കിട്ടില്ലായിരുന്നു, ഇങ്ങനെ ഒരു വ്യക്തി എനിക്ക് കിട്ടില്ലായിരുന്നു. കാരണം അവള് നല്ല പഠിച്ചു കൊടുത്തുനിന്നും നല്ല ഒരു കുടുംബത്തിൽ നിന്ന് വന്നത്. അപ്പോൾ
നമ്മുടെ പഠിപ്പ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ നിൽക്കും. നമ്മള് 10ാം ക്ലാസ് ഗുസ്തിയാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ മ്യൂസിക് എന്നുള്ളൊരു ലെവലില് വന്നപ്പോഴാണ് എനിക്കിങ്ങനെ നല്ലൊരു കുടുംബത്തിൽ നിന്ന് വരണം. ഈ സംഗീതം പിന്നെ സ്റ്റീഫന്റെ സംഗീതത്തെ ഭാര്യ നേരത്തെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞു. അധികം മൈൻഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അറേഞ്ച്ഡ് മാരേജ്. അതെ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ് ഒരുപാട് എന്നെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അവൾക്ക് അഹങ്കാരം കൂടുവോ? അത് എന്താ പറഞ്ഞതാണ് പിന്നെ മനസ്സിലായത്. ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്റെ ടാലന്റിനെ പറ്റിയും അവൾ കേട്ടിട്ടുണ്ട്. പക്ഷെ കല്യാണത്തിന്റെ സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കുറെ ഫാൻസ് ഉണ്ട്, ആരാധികന്മാരുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലൊരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് ഓഫ് കോഴ്സ് ഇത് നമ്മുടെ പ്രൊഫഷനാണ്, നമുക്ക് സപ്പോർട്ടേഴ്സ് ഉണ്ടാവും, ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, ഫാൻസ് ഉണ്ടാവും. ഞാനൊന്ന് കിളക്കട്ടെ കിടക്കണം. അതായത് ഭാര്യയുടെ അടുത്ത് ഭാര്യയുടെ സുഹൃത്തുക്കൾ പറഞ്ഞു. അപ്പൊ അത് ഭാര്യ ശ്രദ്ധിച്ചൊരു കാര്യം, സംഗീതമുണ്ട് പക്ഷെ മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് ഫാൻസ് ഉണ്ട്, അതാണ് ഉദ്ദേശം. ഒരുപാട് SMS ഉണ്ട്, ഒരുപാട് പറഞ്ഞിട്ടില്ല. ഇല്ല. പിന്നെ ഫോൺ എടുത്ത് നോക്കും. എന്റെ ഫോൺ ഞാൻ പറഞ്ഞു, എന്റെ ഫോൺ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കും. ഇല്ല, അങ്ങനെ നോക്കൂല. എന്തായാലും സംശയം തോന്നി, ഇപ്പൊ ആരെങ്കിലും വിളിക്കണ ആഴ്ച അല്ലെങ്കിൽ ആരും സംസാരിച്ചു കഴിഞ്ഞാൽ ചോദിക്കുന്നത് ആരാന്ന്. അപ്പൊ ഞാനുള്ള കാര്യം പറയും, ഇങ്ങനെയാണ്. ഇപ്പൊ സ്ത്രീ ആണെങ്കിലും പുരുഷാണെങ്കിലും ഞാൻ പറയും ഇങ്ങനെ. ഒരു സെക്കൻഡ്, ഒരു പക്ഷെ ഭാര്യ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും, നോക്കണം. ഓക്കെ. സ്റ്റീഫൻ, ഇത് കണ്ട ഏത് ഭാര്യയ്ക്കാ സ്റ്റീഫൻ സഹിക്കുക? അല്ല, ഇതിന്റെ ലെവലൊക്കെ വിട്ടു. അപ്പൊ അതുകൊണ്ട് പ്രോഗ്രാമിന് വരാറില്ല. ഭാര്യയ്ക്ക് ഇത് കണ്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പൊ പ്രോഗ്രാമിന് വരും. അല്ല, സഹിക്കാൻ പറ്റില്ല. ആൾക്ക് മനസ്സിലായി ഇതാണ് ലൈഫ് എന്ന് മനസ്സിലായി, ജീവിതം ഇങ്ങനെയൊക്കെ. ആദ്യമൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നില്ല ഭാര്യ? ആദ്യം വിഷമം ഉണ്ടായിരുന്നു. എനിക്ക് ഒരു അനുഭവം ഉണ്ടായി, ഞാൻ അവിടുത്തെ ഷെയർ ചെയ്തിട്ടില്ല. ഇനി പറയാം, നമുക്കല്ല ഇതൊരു കുമ്പസാരം പോലെയല്ല. അതെ അതെ. ഇപ്പൊ സാറടുത്ത് പറയുമ്പോഴേക്ക് പേടി. സാറവിടെ ഞാൻ ആരോടും പറയില്ല. വിഷയം എന്താന്ന് വെച്ചാ, ഞാൻ ശിവമണിയായിട്ട് എപ്പോഴും പെർഫോം ചെയ്യാറുണ്ട്. അപ്പൊ മിക്ക ഷോയ്ക്കും വരാറൊന്നുമില്ല. ചിലപ്പോ ഇൻട്രസ്റ്റഡ് ആയ ഷോ ഞാൻ പറഞ്ഞു വന്ന് നമുക്ക് ഒരുമിച്ച് പോവാം. പിന്നെ അല്ല, ചിലപ്പോ കുറെ ദൂരം ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പൊ എനിക്ക് ഒരു ദിവസം February 14th പ്രോഗ്രാം വന്നു. അത് വന്നത് ജയ്പൂർ അതേത് മരത്തൊരു സ്ഥലത്ത്, നാഗ്പൂർ എവിടെ കൊണ്ട് ഇറങ്ങി ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് പിന്നെ ഒരു 4 മണിക്കൂർ ട്രാവൽ ചെയ്യണം. അതായത് എത്ര യാത്ര ചെയ്താലും എത്താത്തൊരു സ്ഥലം. അപ്പൊ ഞങ്ങൾക്ക് ഉറപ്പിച്ചു 7 മണിക്ക് ഷോ ആണെങ്കിൽ ഞാൻ 5 മണിക്ക് 6 മണിക്കായിട്ട് എത്തുള്ളൂ. പിന്നെ അതൊരു ഫെസ്റ്റിവലാണ്, ഏകദേശം 40,000-50,000 പേര് വരാൻ പോകുന്ന ഷോ. ഞാൻ ശിവമണി, രാജേഷ് വൈദ്യ പോകുന്നു. ഞാൻ പറഞ്ഞത് ഇതൊരു പ്രോഗ്രാമാണ്, നീ വരേണ്ട ആവശ്യമില്ല. അപ്പൊ ഞങ്ങൾ തലേദിവസം തന്നെ ഞങ്ങൾ വാലന്റൈൻസ് ഡേ ഞങ്ങൾ ആഘോഷിച്ചു. ഞങ്ങൾ പോയി കേക്ക് കട്ട് ചെയ്തു. ആദ്യത്തെ വാലന്റൈൻസ് ഡേ അല്ല. അപ്പൊ പിറ്റേ ദിവസം രാപ്പോ 2 ദിവസം മുന്നേ എന്നെ എടുത്ത് പറഞ്ഞു ഞാനും വരുന്നുണ്ട്, വാലന്റൈൻസ് ഡേ അല്ല, ഞാനും ഷോയ്ക്ക് വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്ര യാത്ര ചെയ്യണ്ടല്ലേ. സത്യം പറഞ്ഞു ഞാൻ ആ ഒരു ഉദ്ദേശത്തിൽ പറഞ്ഞ, പക്ഷെ ഭാര്യ അത് മിസ്അണ്ടർസ്റ്റാൻഡിങ്. അതാണ് ഉണ്ടായത്. അപ്പൊ എന്താ സംഭവം, അവളെന്താ ചിന്തിച്ച് പിന്നെ എനിക്ക് ഇതായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ഇത്ര യാത്ര ചെയ്യണം, വണ്ടിയിൽ ഒരുമിച്ച് എല്ലാവരും കൂടിയിട്ട്. അപ്പം തിങ്ങി നിറഞ്ഞ് പോകണം. ഒരു വണ്ടി എനിക്ക് 1-2 വണ്ടിയേ ഉള്ളൂ. അപ്പൊ അതിലും അപ്പൊ എന്റെ അസിസ്റ്റന്റ് ഞാൻ എന്റെ അസിസ്റ്റന്റും ഉണ്ട്, ഞാനും ഉണ്ട്, എന്റെ വൈഫുണ്ട്, പിന്നെ ഒരു സൗണ്ട് എഞ്ചിനീയർ ഉണ്ട്. അങ്ങനെ വണ്ടിയിൽ കുറച്ച് തിക്കും തിരക്ക്. അപ്പം പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ വന്നോളാന്ന് പറയുമ്പോ സമ്മതിച്ചു. ശരി, ഞങ്ങൾ അങ്ങനെ പോവാം വണ്ടിയിലിരുന്ന്. അപ്പൊ ഞാനിരുന്നാ ഉറങ്ങും. അങ്ങനെ എന്റെ സ്വഭാവം എന്ന് വെച്ചാൽ വണ്ടിയിലിരുന്ന് അങ്ങോട്ട് ഉറങ്ങും. ഇവളും ഞാൻ ഉറങ്ങി കുറെ ഉറങ്ങി കാണിക്കും. അപ്പൊ ഇവൾക്കും ബോറടിക്കുക, കാരണം യൂസ്ഡ് അല്ലാത്ത കാര്യമാണല്ലോ അത്ര അധികം യാത്ര ചെയ്യുക. അത് കഴിഞ്ഞ് പ്രോഗ്രാം അവിടെ നേരെ ഗ്രൗണ്ടിലെത്തി, പ്രോഗ്രാം നടങ്ങി